വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വാഴക്കുളത്ത് മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടിയ പോലീസിനെ അഭിനന്ദിച്ച മർച്ചന്റ് അസോസിയേഷൻ. നൈറ്റ് പെട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കണമെന്നും മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാഴക്കുളം പോലീസ് സ്റ്റേഷന് എതിർവശത്തെ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയും ഫോണും കവർന്ന കേസിലെ പ്രതിയെ പിടികൂടിയ വാഴക്കുളം പോലീസിന് അഭിനന്ദനം അറിയിച്ച മർച്ചന്റ് അസോസിയേഷൻ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2ഓടെ കടയുടെ മുൻവശത്തെ ഷട്ടറിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറിയ പ്രതികൾ കൗണ്ടർ ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും സർവീസിംഗിനായി കൊണ്ടുവന്ന 13 മൊബൈൽ ഫോണുകൾ, CCTV DVR, മൊബൈൽ ചാർജുകൾ എന്നിവയാണ് മോഷ്ടിച്ചത്. ശാസ്ത്രീയ അന്വേഷണത്തിന് ഒടുവിലാണ് കേസിൽ പ്രതിയായ എടത്തല തൈപ്പറമ്പിൽ സാനു സേവിയറിനെ വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 25,000 രൂപയും 5 ഫോണുകളും പോലീസ് കണ്ടെടുത്തു. ഇതോടെയാണ് പോലീസിന് അഭിനന്ദനം അറിയിച്ച് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ഉള്ളവർ രംഗത്തെത്തിയത്. വാഴക്കുളത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിശ്ചിതമായ ഇടവേളകളിൽ ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി പല കാലഘട്ടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് വാഴക്കുളത്തെ ഏതാണ്ട് പോലീസ് സ്റ്റേഷന് മുൻവശത്തായിട്ട് തന്നെ നിയ മൊബൈൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെളുപ്പിന് 2:30 2 മോഷ്ടാക്കൾ വരികയും ആ സ്ഥാപനം തല്ലി തകർത്ത് അവിടെ നിന്ന് മോഷണം നടത്തിയുണ്ടായി. ഏതായാലും ഈ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായ ഇടപെടൽ വാഴക്കുളം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 6 ദിവസം, ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസമായപ്പോഴും പ്രതികളിൽ ഒരാളെ പിടിക്കുകയും ഇന്നിവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കുകയും കുറച്ച് മോഷണം പോയ സാധനങ്ങൾ തിരിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയതിന് വാഴക്കുളം പോലീസിനെ പ്രത്യേകം വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ്റെ പേരിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പെട്രോളിങ്ങും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളും എല്ലാം ശക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ടൗണിലെ ഏറ്റവും വെളിച്ചമുള്ള ഏറ്റവും ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഇങ്ങനൊരു മോഷണം നടന്നത്. അപ്പോൾ അത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രതിയെ കണ്ടെത്താനും അതിൻ്റെ കാര്യങ്ങൾ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് പോലീസ് എടുത്ത ഒരു വലിയ എഫേർട്ടിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല പ്രവർത്തനമാണ് വാഴക്കുളം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഈ വാഴക്കുളത്തെ പോലീസുമായി ബന്ധപ്പെട്ട് നല്ല ഒരു സഹകരണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവരുടെ നല്ല ഒരു പ്രവർത്തനവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നേരുന്നു. നൈറ്റ് പെട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കണമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.